ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, ജയറാമേട്ടൻ, സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള സിനിമാ താരങ്ങൾ എന്നും മലയാളം മൂവി ഇഷ്ടപ്പെടുന്ന എല്ലാ സിനിമാ സ്നേഹികൾക്കും ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഈ പറയുന്ന കേരളത്തിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള സിനിമാ താരങ്ങളും അവരുടെ 100ാമത് ചിത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഏത് സിനിമയിലാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആ ഒരു സിനിമ ഏത് ഇയറിലാണ് ഈ പറഞ്ഞ പോലെ റിലീസ് ചെയ്തത്, അതുപോലെ തന്നെ ആരാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്തതെന്നും നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള സിനിമാ താരത്തെ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ഫഹദ് ഫാസിൽ. 2022 ഷാജിമോൻ പ്രഭാകരന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മലയൻകുഞ്ഞാണ് ഫഹദ് ഫാസിലിന്റെ 100ാമത് ചിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് കുഞ്ചാക്കോ ബോബൻ. 2018 മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അറിയിപ്പാണ് കുഞ്ചാക്കോ ബോബന്റെ 100ാമത് ചിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി പറയുന്നത് ജയസൂര്യ. 2021 പുറത്തിറങ്ങി രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സണ്ണി എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ജയസൂര്യയുടെ 100ാമത് ചിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് പറയുന്നത് ആക്ടറും ഡയറക്ടറുമായിട്ടുള്ള പൃഥ്വിരാജിന്റെ ചിത്രങ്ങളിൽ 2018 പുറത്തിറങ്ങി അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത കൂടെ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് പൃഥ്വിരാജിന്റെ ഹിസ്റ്ററിയിൽ 100ാമത് ചിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ദിലീപേട്ടൻ, നമ്മുടെ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപേട്ടൻ 2010 പുറത്തിറങ്ങിയ തോംസൺ കെ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാര്യസ്ഥൻ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ 100ാമത് ചിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് പറയുന്നത് ജയറാം. അദ്ദേഹത്തിന്റെ 2006 പുറത്തിറങ്ങി ജയരാജ് സംവിധാനം ചെയ്ത ആനച്ചന്തം എന്ന് പറയുന്ന ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ 100ാമത് ചിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി പറയുന്നത് സുരേഷ് ഗോപി. 1993 പുറത്തിറങ്ങി ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മാഫിയ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് സുരേഷ് ഗോപിയുടെ ലിസ്റ്റിൽ 100ാമത് ചിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ എട്ടാമതായിട്ട് പറയുന്നത് മറ്റാരുമല്ല, ദി കംപ്ലീറ്റ് ആക്ടർ, നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയങ്കരനായിട്ടുള്ള ലാലേട്ടന്റെ 100ാമത് ചിത്രം 1986 ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത എന്നിഷ്ടം എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ലാലേട്ടന്റെ ലിസ്റ്റിൽ 100ാമത് ചിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അവസാനമായിട്ട് പറയുന്നത് നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സ്വന്തം മമ്മൂക്ക. 1984 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആറ്റുവഞ്ചികൾ ഉലഞ്ഞപ്പോൾ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 100ാമത് ചിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ലക്ഷങ്ങളോളം വരുന്ന സിനിമാ സ്നേഹികളുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള കുറച്ചധികം താരങ്ങളുടെ 100ാമത്തെ സിനിമ ഏതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മളുടെ എല്ലാ സിനിമാ താരങ്ങളുടെയും ഈ പറഞ്ഞ 100ാമത്തെ ചിത്രം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ എല്ലാ സിനിമകളും ഒരുപാട് റിപ്പീറ്റഡ് വാല്യൂ ഉള്ള പടങ്ങൾ തന്നെയാണ്. വീണ്ടും നമ്മൾ ഇട്ട് തന്നാൽ ഒരു ബോറടിയും ഇല്ലാതെ മുഴുവൻ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും മനോഹരമായിട്ടുള്ള സിനിമകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന സിനിമകളൊക്കെ നിങ്ങൾ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേര് കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം. താങ്ക്